കറി എന്താണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് മോർണിംഗ് റൊട്ടീൻ ചെയ്തിട്ടുണ്ട്, അതുപോലെ ഈവനിങ് വ്ളോഗൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലഞ്ച് റൊട്ടീൻ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണണ്ടേ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ലഞ്ച് റൊട്ടീനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ചോറൊക്കെ വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇക്ക ഒരു കേരമീൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കറി വെച്ച് പിന്നെ കുറച്ച് ഉപ്പേരിയൊക്കെ വെച്ച് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം. ആദ്യം കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ മീനൊക്കെ ഇക്ക അവിടെ ഫ്രഷാക്കി വെച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കറി വെക്കണ ആ ഒരു ചടങ്ങിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ എൻ്റെ വോയിസിന് ചെറുതായിട്ട് ജലദോഷമൊക്കെ ആയതുകൊണ്ട് കുറച്ച് ക്ലാരിറ്റിയൊക്കെ കുറവുണ്ട്, നിങ്ങൾ ക്ഷമിക്കുക. അപ്പോൾ നമ്മൾ ഒരു മൺചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് ഉലുവയൊക്കെ ഇട്ട് എണ്ണ ഒഴിച്ച് കൊടുത്ത് ഉലുവയൊക്കെ ഇട്ട് പിന്നെ കുറച്ച് ഉള്ളി, തക്കാളി, പിന്നെ പച്ചമുളകൊക്കെ ഇട്ട് വെളുത്തുള്ളിയൊക്കെ ഇട്ട് നന്നായിട്ട് അന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. ഞാനിന്ന് സ്പീഡിൽ ആണ് ഇതൊക്കെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആ ഒരു ഇത് വലിച്ചു നീട്ടിയിട്ട് കാര്യമില്ല. കാര്യം എന്താണെന്ന് ഞാൻ കാണിച്ചു തരികയാണ്. അപ്പോൾ മീനിവിടെ ഫ്രഷാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തക്കാളിയൊക്കെ മൺചട്ടിയിലായതുകൊണ്ട് തന്നെ തക്കാളിയൊക്കെ വേഗം വഴന്ന് കിട്ടും കേട്ടോ. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് ഉപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുത്തപ്പോൾ അത് വേഗം തന്നെ വഴന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. അടിപൊളി മീനാണ് ഈ കേര എന്ന് പറയുന്നത്. നമ്മൾ ചൂരമീനില്ലേ, അതിനേക്കാളും ടേസ്റ്റാണ്. ചിലർക്ക് ഇതാണ് ഇഷ്ടം അതിനേക്കാളും. അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ വെക്കണം, എന്നാലാണ് അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ അതെല്ലാം വഴന്ന് കിട്ടിയിട്ട് അതിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് ഇളക്കി പിന്നെ കുറച്ച് പുളിവെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തു. പുളിവെള്ളം ആണ്, വാളംപുളിയാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ കൂടുതലായിട്ട് വാളംപുളിയുടെ ഒരു ടേസ്റ്റാണ് ഈ ഒരു കറിക്ക് ഉണ്ടാവൽ. അപ്പോൾ ലാസ്റ്റായിട്ട് ഞാൻ വേറൊരു സംഭവം ചേർക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്ത് വേഗം ലാസ്റ്റിൽ പോവേണ്ട, വീഡിയോ എല്ലാം കണ്ടാൽ മാത്രമേ ഇതുപോലെയുള്ളൊരു കറി നിങ്ങൾക്ക് തയ്യാറാക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഞാനിന്ന് തേങ്ങ അരച്ചിട്ടാണ് കറി വെക്കുന്നത്. അപ്പോൾ 2 ഐറ്റം ഇതിൽ സ്പെഷ്യലായിട്ട് ചേർക്കുന്നുണ്ട്. അതിൻ്റെ രുചി നല്ലോണം മാറിയിട്ടുണ്ടായിരുന്നു. ഇതുവരെ കറി വെച്ചതിനേക്കാളൊക്കെ സൂപ്പറായിട്ടുണ്ടായിരുന്നു ഇന്നത്തെ കറി എന്നൊക്കെ പറഞ്ഞു. അല്ലെങ്കിൽ ഒക്കെ ടേസ്റ്റ് നോക്കിയിട്ട് ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഉണ്ടാതിരിക്കലാണ് പതിവ്. ഇന്ന് എടുത്ത് പറഞ്ഞു, അതും എനിക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ നമുക്ക് എടുത്ത് പറയണത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ടാന്ന് പറയണത്. അപ്പോൾ താണ്ടില്ലേ, ഈ ഒരു ഐറ്റമാണ് ഞാനിതിലേക്ക് ചേർത്തത്. വേറെ ഒന്നുമല്ല, ഫിഷ് മസാലയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ആച്ചിയുടെ ഫിഷ് മസാല പൊടിയും കൂടി ഞാൻ ഇതിലേക്ക് മീനൊക്കെ ഇട്ട ശേഷമാണ് ചേർക്കുന്നത്. എന്നിട്ട് നമ്മൾ തേങ്ങയൊക്കെ അരച്ച് എടുത്തിട്ടുണ്ട്. തേങ്ങ അരയ്ക്കുമ്പോൾ പ്രത്യേകിച്ചൊന്നും ചേർക്കാത്തത് കൊണ്ടാണ് ഞാൻ ആ തേങ്ങ അരയ്ക്കുന്ന ആ ഒരു ഭാഗമൊന്നും ഇതിലേക്ക് ആഡ് ചെയ്യാണ്ടിരുന്നത്. പിന്നെ അവസാനം ഒരു 2 കുടംപുളിയും കൂടെ അതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. ഒരു നല്ല മണത്തിനും പിന്നെ ഒരു ചെറുതായിട്ടുള്ളതിൻ്റെ ടേസ്റ്റും ഇതിലേക്ക് കിട്ടുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്യണത്. അപ്പോൾ അത് ചെയ്തിട്ട് നമ്മൾ 2 പച്ചമുളകോ അല്ലെങ്കിൽ 1 പച്ചമുളകോ കീറിയിട്ട് ഇങ്ങനെ കറി തിളയ്ക്കുന്ന ആ സമയത്ത് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ കറിവേപ്പിലയും ചേർത്തിട്ട് തീ ഒന്ന് ഓഫാക്കി വെക്കണം. അപ്പോൾ മൺചട്ടി ആയതുകൊണ്ട് അതിൻ്റെ ചൂട് അതിലുണ്ടാകും. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ആ ഒരു കറിവേപ്പിലയിലും ആ തിളച്ച ചാറിലേക്ക് ഈ ഒരു പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്നതിൻ്റെ ആ ഒരു മണവും രുചിയൊന്നും വേറെ തന്നെയാണ്. ഞാൻ എല്ലാ കറിയിലും, എല്ലാ മീൻ കറിയിലും, പ്രത്യേകിച്ച് മീൻ കറിയിൽ ഇതുപോലെ ചേർക്കാറുണ്ട്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ കേരമീൻ നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങളിതുപോലെ ചെയ്യണം. ഇത് കൂടുതലും തലക്കറിയാണ്. ഈ കേരമീനിൻ്റെ തലക്കറിയാണ് ഇത്. തലഭാഗം മാത്രം എടുത്തിട്ടാണ് ഞാൻ കറി വെച്ചത്. അതിൻ്റെ വേറെ ഭാഗങ്ങളൊക്കെ എടുത്ത് വറുക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കേരമീൻ കിട്ടിയാൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് കറി വെച്ച് നോക്കണം ഗൈസ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി ഇത് കൂട്ടിയിട്ട് വേഗം ചോറുണ്ണണം. അപ്പോഴേക്കും നമ്മുടെ ഇതൊരു ലഞ്ച് റൊട്ടീനാണല്ലോ. അപ്പോൾ ഉപ്പേരി എന്താ വെക്കണമെന്നും കൂടി ഞാനൊന്ന് കാണിച്ചു തരാം. ഒരു മെഴുക്ക് പറ്റിയ രൂപത്തിലാണ് ഞാനിന്ന് അത് വെക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ തന്നെ കറി ഏതായാലും ഏകദേശം റെഡിയായി അതവിടെ മാറ്റി വെച്ചു. അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടായ അവരൊക്കെയാണ് 2-3 വീഡിയോ ഈ അവരൊക്കെ പറിക്കണതും പിന്നെ വേറെ കറി വെക്കണതും മീനിലിട്ട് വെക്കണതും പരിപ്പ് കറിയായിട്ടൊക്കെ ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ ഒരു അവരൊക്കെയും കൊണ്ട്. അപ്പോൾ അതൊന്നും നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടോളൂ. അപ്പോൾ ഞാനത് വെക്കാനായിട്ട്
ഒരു സവാളയും 2-3 പച്ചമുളകും എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എൻ്റെ ഉമ്മ അവിടെ അരിഞ്ഞ് വെച്ച് തന്നിട്ടാണ്. എനിക്ക് കുറച്ച് ജലദോഷം കാര്യങ്ങളൊക്കെ ആയ കാരണം നല്ലോണം വയ്യായിരുന്നു ഇന്നലെയൊക്കെ. അപ്പോൾ ഉമ്മ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടാണ് ഉമ്മ പോയത്. അപ്പോൾ ഇന്നലെ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. ഞാനപ്പോൾ അത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചതാണ്. പക്ഷേ നല്ല ഫ്രഷ് ആയതുകൊണ്ട് ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നാണ് ഞാനത് ഉപ്പേരി വെക്കണത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിച്ച് ഞാൻ ചെറിയ ഉള്ളി പ്രത്യേകിച്ച് താളിക്കുന്നതിൽ ചേർത്തിട്ടില്ല. കാരണം അപ്പോൾ നമ്മൾ സവാള ഇതിലേക്ക് ചേർക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിലത്തെ 2-3 സവാള എടുത്തിട്ട് താളിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഇപ്പോഴും എനിക്ക് പറയുമ്പോൾ ഒരു കിതപ്പുണ്ട്. കഫക്കെട്ടിൻ്റെയാണ് ആ ഒരു കിതപ്പ്. അപ്പോൾ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വേഗം മാറാൻ പ്രാർത്ഥിക്കുക. വേറെ കുഴപ്പമൊന്നുമില്ല. നല്ല നെഞ്ഞിൽ നല്ല കഫം കെട്ടിയത് കൊണ്ട് തന്നെ ഒരു തിക്കമുട്ട് ഒരു ശ്വാസതടസ്സം പോലെയൊക്കെ ഉണ്ട്. അത് മാറട്ടെ എന്ന് വിചാരിക്കണം വേഗം. അപ്പോൾ നമ്മൾ ഒരു സവാളയും കൂടി ചേർത്തിട്ടുള്ള ആ ഒരു അരിഞ്ഞു വെച്ച അവരയ്ക്കെല്ലാം ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ടിട്ട് നമ്മളിതൊന്ന് അടച്ച് മൂടി വെക്കുക. ഇതിങ്ങനെ കാണുമ്പോൾ ഒരുപാടുള്ള പോലെ തോന്നും. അതൊന്ന് അവിഞ്ഞ് സെറ്റാകുമ്പോൾ അതൊന്ന് താഴ്ന്നിട്ട് പാകത്തിന് തന്നെ ആകും. അപ്പോൾ ഈ ഒരു അവരയ്ക്ക ഉപ്പേരി വെച്ച വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാണ്. കുട്ടികളൊക്കെ സ്കൂളിൽ പോയിരിക്കുകയാണ്. അവർ വരുമ്പോൾ ഇത് കഴിക്കും. അപ്പോൾ അതിനായിട്ടാണ് ഞാൻ ഇത്തിരി കുറച്ച് കൂടുതൽ എടുത്തത് കേട്ടോ. പിന്നെ അത് നോക്കിയോ, അത് കുറച്ച് നേരം കഴിഞ്ഞ് അതൊന്ന് അവിഞ്ഞ് സെറ്റായത് കണ്ടില്ലേ. അപ്പോൾ 2-3 തവണ അടച്ച് വെച്ച് ഒന്ന് മൂടി വെച്ച് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതൊന്ന് സെറ്റാകാൻ വെക്കട്ടെ. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞ് അത് വേഗം ഒരുപാട് വേവൊന്നുമില്ല ഈ ഒരു അവരയ്ക്ക എന്ന് പറയുന്ന ഒരു പച്ചക്കറിക്ക്. ഇത് ഞാൻ മുമ്പ് വീഡിയോ ചെയ്തപ്പോൾ ഈ അമരപ്പയർ എന്നൊക്കെ ഇതിനെ ചില നാട്ടിൽ പറയുന്നുണ്ട്, പറയും. അപ്പോൾ അമരപ്പയറെന്ന് ഞാൻ മറ്റുള്ളവർക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞപ്പോൾ അത് ഈ തിരുവനന്തപുരം എനിക്ക് മെസ്സേജ് ഇങ്ങനെ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. തിരുവനന്തപുരം ആ ഭാഗത്തുള്ളവരൊന്നും അമരപ്പയർ എന്ന് വേറൊരു പയറിനെയാണ് പറയുക എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ ആവട്ടെ. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഒരു മുളക് പൊടി കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഇത് പച്ചമുളകാണ് കൂടുതലും ഇടുക. പക്ഷെ എനിക്ക് ഈ ഒരു മുളക് പൊടി കുറച്ച് ചേർത്തുമ്പോൾ ഒരു ടേസ്റ്റ് വേറെ ആയിട്ട് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് ചേർക്കണത്. നിങ്ങൾക്കിത് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി, അല്ലെങ്കിൽ പച്ചമുളക് തന്നെ ചേർത്തിട്ട് ചെയ്താലും മതി. അപ്പം നമ്മുടെ ചോറും കറിയും അതുപോലെ ഉപ്പേരിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ കച്ചവടത്തിന് പോയിട്ട് വന്നിട്ട് നേരം വൈകിയതുകൊണ്ട് വേഗം കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇക്കാക്ക് കൊടുത്തു. എന്നിട്ട് ഞാൻ പോയി കുളിച്ചിട്ട് വന്നിട്ട് കഴിക്കാനുള്ള തയ്യാറെടുപ്പാണ്. കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. അപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു ഈ ഒരു കറി. അപ്പോൾ നിങ്ങൾ കേരമീൻ കിട്ടിയ ഇങ്ങനൊരു കറി തയ്യാറാക്കി നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ, എൻ്റെ ലഞ്ച് റൊട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നമ്മുടെ ചാനൽ. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ.